വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒന്നാമതായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള വിവിധ കോളേജുകളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും എഡിറ്റ് ഓപ്ഷൻ വഴി കഴിഞ്ഞ 22-ാം തീയതി വരെ എഡിറ്റ് ഓപ്ഷൻ നൽകിയിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇതുവരെയും അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതിന് മുന്നോടിയായിട്ട് ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അതായത് കേരളത്തിൽ നിങ്ങൾക്കറിയാം മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ കേരള PSCയുടെ അംഗീകാരമുള്ള കോഴ്സ്, അതായത് ബി.എഡ് കോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കരിയർ കെയറുടെ ഭാഗത്തു നിന്ന് ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വർഷങ്ങളായി എടുത്തു കൊടുക്കുന്നു. അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ പഠിക്കുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കുമുള്ള ബി.എഡ് അഡ്മിഷന് താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പർ, താഴെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ പേഴ്സണൽ നമ്പറാണ്. അതിൽ വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് ബി.എഡ് ഡീറ്റെയിൽസ് എന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇക്കാര്യം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ കേരളത്തിൽ കിട്ടുന്നത് വരെ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇത്തരത്തിൽ അഡ്മിഷൻ നിങ്ങൾ എടുത്താൽ നിങ്ങളെ ഇയർ നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കരിയർ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ, അതായത് 29/6/2026 പ്രസിദ്ധീകരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മാൻഡേറ്ററി ഫീ അടക്കുകയാണ് വേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ 610 രൂപ ജനറൽ വിഭാഗത്തിലുള്ളവരും 155 രൂപ SC/ST വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിങ്ങൾ കോളേജിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് ജൂൺ 29, നാളെ 29-ാം തീയതി മുതൽ ജൂലൈ 1 വരെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുവാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി, ഇനി അല്ലാത്തവരൊക്കെ പെർമനൻ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കുക. അതിൻ്റെ ഡേറ്റ് ആണ് ജൂലൈ 1-ാം തീയതി വരെ. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, ജൂലൈ 1-ാം തീയതി അഡ്മിഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞ കുട്ടികളെ വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 1-ാം തീയതിയാണ്. യൂണിവേഴ്സിറ്റി നേരത്തെ അനൗൺസ് ചെയ്തിട്ടില്ല. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ പറഞ്ഞത് പ്രകാരം ജൂലൈ 1-ാം തീയതി നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്തവരും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി ആയിട്ട് ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യം, ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളും ഓൾമോസ്റ്റ് വിദ്യാർത്ഥികളും 4 യൂണിവേഴ്സിറ്റികളിലും ബി.എഡ് അഡ്മിഷൻ അപേക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, കാരണം കേരള യൂണിവേഴ്സിറ്റി ബാക്കിയുണ്ട്, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബാക്കിയുണ്ട്, അത്തരത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും പോകുന്നതോടുകൂടെ എന്തായാലും വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ജൂലൈ 7-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 7-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുക്കാതെ വിദ്യാർത്ഥികളുടെയും അതേപോലെ തന്നെ മറ്റു വേക്കൻസികളൊക്കെ അടിസ്ഥാനത്തിൽ ജൂലൈ 7-ന് പബ്ലിഷ് ചെയ്യും. അപ്പോൾ 7-ാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 7-ാം തീയതിക്ക് വിദ്യാർത്ഥികൾക്ക് 7-ാം തീയതി മുതൽ ജൂലൈ 10-ാം തീയതി വരെയാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ്. ഇനി അതേപോലെ തന്നെ ഇതുവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും സീറ്റുകൾ വേക്കൻസി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും വേക്കൻസികൾ വരും. കാരണം ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും അപേക്ഷ കൊടുത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വേക്കൻസികൾ എന്തായാലും സാധാരണ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വേക്കൻസി ലിസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിലോട്ട് വേണ്ട വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനും ഇനി ഇതുവരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക്, അതായത് ജൂലൈ 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുക. അതേപോലെ അഡ്മിഷൻ കിട്ടാത്ത
പറ്റാത്തവർ ഈ പറയുന്ന എഡിറ്റ് ഓപ്ഷൻ വഴി ഓപ്ഷൻ നിങ്ങൾ മാറ്റി കൊടുക്കുക. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ജൂലൈ 16-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ഉള്ളതിന് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ കോടതിയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓൾമോസ്റ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജൂലൈ ലാസ്റ്റോടുകൂടെ ഫിനിഷ് ആവുകയും ചെയ്യും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ അപ്ഡേറ്റുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.